ഹായ്, ഇത് നമ്മളെ തൃശ്ശൂരുള്ള നമ്മുടെ സൈറ്റാണ്, നമ്മളെ തോമസ് ഏട്ടൻ്റെ വീട്. ഒരുപാട് ആൾക്കാർക്ക് ഞങ്ങളെപ്പോലെ ഇപ്പോൾ പരിചയമുള്ളൊരു വ്യക്തിയാണ് തോമസ് ഏട്ടൻ. ഒരുപാട് പേര് തോമസ് ഏട്ടൻ്റെ സൈറ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് പേഴ്സണലി തോമസ് ഏട്ടനെ അറിയുമെന്ന്. അതേപോലെ തോമസ് ഏട്ടൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റും ചെയ്യാറുണ്ട്. അതെ അതെ. ഇപ്പം നമ്മുടെ സ്ക്രീനിങ് ടീമും മുകളിൽ അപ്സ്റ്റേഴ്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താഴത്തെ നിലയത്തെ ഫെറോസിമെൻറ്റിൻ്റെ ഫുൾ കബോർഡ്സിൻ്റെ വർക്കും കഴിഞ്ഞു. അതേപോലെ നമ്മുടെ പുട്ടിക്കാരത് പുട്ടിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്. ഈ പുട്ടിക്കാരെന്ന് പറയണത് ഈ താഴത്ത് നടക്കുന്ന വർക്ക് കംപ്ലീറ്റ് ഞാൻ അറിയാത്ത പണികളാട്ടോ. അത് പുട്ടിയുടെ കംപ്ലീറ്റ് അമ്മയാണ് നോക്കണത്. അമ്മ തന്നെയാണ് പുട്ടിക്കാരെ കണ്ടുപിടിച്ചത്. അത് പുട്ടിക്കാരെ അമ്മൂന് കൊടുത്തത് നമ്മളെ കുമ്പളത്തുള്ള രാധാകൃഷ്ണേട്ടനാണ്. അപ്പോൾ രാധാകൃഷ്ണേട്ടനൊരു പെയിൻറ്ററാണല്ലോ. അപ്പോൾ ആളെ കെയർ ഓഫിൽ നമുക്കൊരു 3 ആൾക്കാരെ പെർമനൻ്റായിട്ട് തന്നതാണ്. കാരണം നമ്മളെ ഈ ഭിത്തിയുടെ മുകളിൽ നേരിട്ടിട്ടാണ് ഇപ്പോൾ പുട്ടിയിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചുമര് പ്ലാസ്റ്ററിങ് ചെയ്യണ്ടെന്ന്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ 2 കോട്ട് പുട്ടി മാത്രമാണ്. അത് പേപ്പറിങ് ചെയ്തിട്ടില്ല, പ്രൈമർ ഒന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ചുമര് ഗ്രൈൻഡിങ് ചെയ്തിട്ട് ഡയറക്റ്റ് പുട്ടിയിട്ടൊരു സ്റ്റേജാണ്. അതായത് ഇപ്പോൾ ഞങ്ങളും നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ ശ്രീനി അവിടെ നിന്ന് എടുത്ത് അയക്കണ വീഡിയോസ് എല്ലാം പാടെ ഒരുമിപ്പിച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണമെന്നേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ചോദിക്കും, നിങ്ങൾ പെരിന്തൽമണ്ണല്ലേ അല്ലേ, പെരിന്തൽമണ്ണല്ലേ, അപ്പോൾ ഞങ്ങൾ മലപ്പുറത്തു വിളിക്കണത്, അടുത്തല്ലേ എന്നൊക്കെ ചോദിക്കും. ഇതിപ്പോൾ പെരിന്തൽമണ്ണെന്ന് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഇപ്പോൾ നടക്കുന്ന സൈറ്റാണ് തൃശ്ശൂർ തോമസ് ഏട്ടൻ്റെ സൈറ്റ്. പക്ഷേ തൃശ്ശൂർ തോമസ് ഏട്ടൻ്റെ സൈറ്റിക്ക് ഇപ്പോൾ നമ്മളിങ്ങോട്ട് കോട്ടയത്തേക്ക് വരുന്ന വഴിക്ക് കയറിയതാണ്. പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളിവിടെ വന്നിട്ട് ഇവിടെ കുറേ വർക്കുകൾ ഉണ്ടാകുമ്പോൾ ഇതിൽ പെട്ട് പോയതാണ്. പിന്നെ തോമസ് ഏട്ടൻ്റെ അവിടെ ഇപ്പോൾ എന്തായി കഴിഞ്ഞാലും പുട്ടിയുടെ വർക്കിനിപ്പോൾ നമ്മളിടയ്ക്ക് പോയി കയറി നോക്കേണ്ട ആവശ്യം വരുന്നില്ല. കബോർഡ്സ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത് വന്നതാണ്, അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ 2 ബെഡ്റൂമും 2 അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഹാളും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അത് പിന്നെ സ്ക്രീനിങ് ടീമിനും ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ അവരത് സ്മൂത്തായിട്ട് ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ താഴത്തെ ഈ ഒരു വീട് ചെയ്യണ സമയത്ത് ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, അത് വലിയ വീടുകൾ ചെയ്യണ സമയത്ത് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യണത് ഇപ്പോൾ വലിയ വീടുകൾ ചെയ്യണ സമയത്താണ് എൻ്റെ ഒരു പ്രസൻസ് അവിടെ വേണ്ടത്. കാരണം വലിയ വീടുകൾക്ക് ഇങ്ങനത്തെ ഹാള്, ഇപ്പോൾ ഈ ഹാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 850 സ്ക്വയർ ഫീറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാറില്ലേ, ഞങ്ങളുടെ ഭിത്തിയുടെ തിക്നെസ്സിൻ്റെ മാറ്റം വരുത്തണതും അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ വലിയ വീടുകൾക്കാണ്. ഇപ്പോൾ നോർമൽ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടോ അല്ലെങ്കിൽ ഒരു 1200 സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാ ആൾക്കാരും, ഇപ്പോൾ ധനേഷ് പോകുന്ന സൈറ്റിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല. അതേപോലെ ജയരാജനും ശ്രീനിയും മണിയൊക്കെ ഉള്ള സൈറ്റിൽ ഇപ്പോൾ നമ്മളവിടെ സ്ഥിരം പോയി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ചെറിയ വീടുകളാണെന്നുണ്ടെങ്കിൽ നോർമൽ അവർക്ക് സിമ്പിളായിട്ട് ചെയ്യാനറിയാം. പിന്നെ ഇതേപോലെ ജനലുകൾ, ഇപ്പോൾ ഈ വീടിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫുൾ ടൈം ഒരു സൈറ്റിലുണ്ടായിരിക്കുക. നോർമൽ ഒരു ചെറിയ വീടാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പുട്ടിക്കാരെ കംപ്ലീറ്റ് ഡീലിങ് അമ്മാണ്. ഇനിയിപ്പോൾ അവിടെ വിചാരം ഞാൻ ഹിന്ദിയിൽ ഭയങ്കര മുൻഷിയാണ്, ഹിന്ദിയിൽ എക്സ്പേർട്ടാണെന്ന്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഹിന്ദി സംസാരിക്കാനേ അറിയുള്ളൂ, എഴുതാനും അറിയില്ല. നേരെ തിരിച്ചാണ് അമ്മോനെ. അവൾക്ക് എഴുതാനും വായിക്കാനും അറിയാം, സംസാരിക്കാനും അറിയില്ല. ഇത് മറ്റേ കൊച്ചിനേനിഫല്ല ആര് പറഞ്ഞത്, ഹരിശേഷമൊക്കെ പറഞ്ഞ പോലെയാണ്. പക്ഷേ ഇപ്പം ഞാൻ കുറേയൊക്കെ കേട്ട് പഠിച്ചു കേട്ടോ. ഇപ്പോൾ കുറേയൊക്കെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അതിന്റെ അങ്ങനെ ആവശ്യം വരില്ല. ഇപ്പൊ പുട്ടിക്കാരോട് മാത്രമാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. ഇവളൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ചെറിയ 2 ഹിന്ദി വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്കാര് വിചാരിക്കും ഇവൾക്ക് ഫുള്ള് ഹിന്ദി അറിയാനായിട്ട്. അവരൊരു എസ്സേ ഇങ്ങോട്ട് തുടങ്ങും. അതായത് ചിലവര് പൈസ വയ്ക്കാൻ വിളിക്കും. ഞാൻ പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സൈറ്റത്തെ കാര്യങ്ങളൊക്കെ എന്നോട് പറയാൻ നിൽക്കും. ഇപ്പം നിങ്ങളീ കാണണല്ലേ, ഇത് ഇങ്ങനെ കബോർഡ് ചെയ്യുകയാണെന്ന്, സിമെന്റിന്റെ കബോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണം പുട്ടിയിടാനായിട്ട്. അല്ലാണ്ട് നമ്മൾ ആ പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് വെറുതെ ഒരു പുട്ടി ടച്ചപ്പ് ചെയ്തുകൊണ്ടൊന്നും ഇതിൻ്റെ ഒരു ഫൈനൽ ഫിനിഷ് കിട്ടില്ല. ഇത് ഫിനിഷ് കിട്ടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇനി ഞാനവിടെ ചെന്ന് ഈ വീടിൻ്റെ കബോർഡ്സ് എല്ലാം വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പറയൂ ഈ ഫെറോസിമെൻ്റ് കൊണ്ട് ചെയ്യണ കബോർഡ്സ് എത്ര സ്മൂത്താണെന്നുള്ളത് നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിലാവും. കാരണം ഇപ്പം നമ്മൾ ചുമരിൽ 2 കോട്ട് പുട്ടി ഇടണമെന്ന് വെച്ചാൽ അതേപോലെ 2 കോട്ട് പുട്ടി നമ്മൾ ആ കബോർഡിൽ ഇടണം. സാധാരണ ആൾക്കാരെന്താ ചെയ്യുക വെച്ചാൽ ഇപ്പോൾ വീടിൻ്റെ ചുമരിൻ്റെ എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് ഫെറോസിമെൻറ്റിൻ്റെ ആൾക്കാരെ വിളിക്കും, എന്നിട്ട് ഫെറോസിമെൻറ്റ് വയ്ക്കും, എന്നിട്ട് സാധാ പെയിൻറ്റർമാർ അതിൻ്റെ മൂലയ്ക്കിൽ അവിടെയും ഇവിടെ ഒരു 4 ടച്ചപ്പ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും അതിനൊരു ഫിനിഷിങ് ഉണ്ടായിരിക്കില്ല. മാക്സിമം ഇതേപോലെ 2 കോട്ട് പുട്ടിയിട്ടിട്ട് പിന്നെ ഇതിലടിക്കണ പെയിൻറ്റ് കൂടി സ്പ്രേ പെയിൻറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും
അതായത് സാധാ പെയിൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പൂപ്പൽ ഒരുപാട് ആൾക്കാരുണ്ട് ഫെറോ സിമെൻറ്റിൽ കബോർഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പേപ്പറും ഇതൊക്കെ ഇട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരണോ. അങ്ങനെ ഒരിക്കലും വരില്ല. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് മാത്രം. അതായത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യണ മാതിരി ഫസ്റ്റ് ഇടുക, അതിൻ്റെ മുകളിൽ 2 കോട്ട് പുട്ടി ഇടുക, എന്നിട്ട് പേപ്പർ ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ സ്പ്രേ പെയിൻ്റാണ് അടിക്കാൻ പോണത്. സ്പ്രേ പെയിൻറ്റ് അടിക്കുമ്പോഴുള്ളൊരു ബെനിഫിറ്റ് നിങ്ങൾക്കറിയാലോ, വണ്ടിയുടെ ഒക്കെ മുകളിൽ അടിക്കുന്ന പോലെ ആ ഒരു ഫിനിഷിങ് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു അഡീഷണൽ പേപ്പറോ കവറൊന്നും വെക്കേണ്ട ഒരു ആവശ്യം വരില്ല. നിങ്ങൾക്ക് വെള്ളമായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, തുടച്ച് ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ ഈ വീടിന് ഇടുന്ന പുട്ടി ബർജറിൻ്റെ എസ്റ്റീരിയൽ പുട്ടിയാട്ടോ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല വില ഉണ്ട്. ഒരു ബാഗിന് ഏകദേശം 1200 സംതിങ് വില ഉണ്ട്. അത് തോമസ് ഏട്ടനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ വെള്ളം നനഞ്ഞാലോ, ഇപ്പോൾ പുറത്തിടുന്ന സാധനം എന്ന് പറയുമ്പോൾ അറിഞ്ഞൂടെ, അതായത് മഴയത്ത് നിൽക്കേണ്ടതാണ്. അപ്പോൾ പുറത്തിടുന്നതാവുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ വെള്ളം നനഞ്ഞാൽ കൂടി അതിന് കുഴപ്പമില്ല. ഇതിപ്പോൾ ശ്രീനി ടീം മുകളിലത്തെ 2 ബെഡ്റൂം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയ ബെഡ്റൂംസാണ്. കാരണം ഈ ഹാള് 850 സ്ക്വയർ ഫീറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ആ ഹാളിൻ്റെ മുകളിലായിട്ടാണ് ഈ 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഫാസ്റ്റായിട്ട് വീടിൻ്റെ വർക്ക് തീർക്കാൻ പറ്റും. കാരണം ഞങ്ങളെ വർക്ക് മുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അടിയത്തെ വർക്കുകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളാണ് വീടിൻ്റെ വയറ് വലിച്ചത്. അപ്പോൾ നമ്മൾ വയറ് വലിച്ചപ്പോൾ തോമസ് ഏട്ടൻ എന്നോട് തന്നെ പുട്ടിയിട്ടരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പുട്ടിയിട്ട് കൊടുക്കണം. ഇനി പുട്ടിയുടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി തോമസ് ഏട്ടൻ ഗ്രാനൈറ്റൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വർക്കേഴ്സും റെഡി ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പുട്ടിയുടെ വർക്ക് കഴിഞ്ഞാൽ അവർക്ക് ഗ്രാനൈറ്റിൽ ഒരുപാട് വർക്ക് വരുന്നുണ്ട്. കാരണം ഈ വീട് ഫുള്ള് ഗ്രാനൈറ്റാണ്. അപ്പോൾ സ്റ്റെപ്പ് ഉണ്ട്, നിങ്ങൾ കണ്ട പോലെ ഒരു സിറ്റ് ഔട്ടിൽ ഒരുപാട് ബെഞ്ച് ഉണ്ട്, സ്റ്റെയർ ഉണ്ട്, കിച്ചണിലുണ്ട്. അപ്പോൾ താഴത്താണ് ഏറ്റവും കൂടുതൽ വർക്ക് വരിക. മുകളിലാകെ 2 റൂം മാത്രമേ ഉള്ളൂ. അത് പ്ലെയിനായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. താഴത്ത് 3 ബാത്റൂമും മുകളിൽ 2 ബാത്റൂമാണ് ഈ വീടിന് വരുന്നത്. ഈ ബേബിൻ്റെ ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞു തരുന്ന വീഡിയോയിൽ ഇപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ ഇടുമ്പോഴാണ് കറക്റ്റായിട്ടല്ലേ, അത് ഫിനിഷായിട്ട് വീഡിയോ ഇടുമ്പോഴാണ് ശരിക്കും ഇത് മനസ്സിലാവുക. അപ്പോൾ വീടിൻ്റെ വർക്ക് ഫാസ്റ്റായിട്ട് നടക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ ആണെങ്കിൽ നടത്താൻ പറ്റും. ഇപ്പം മുകളിൽ ഞങ്ങൾ വർക്ക് നടക്കുന്ന സമയത്ത് താഴത്തെ വർക്കുകളും സെയിം ടൈം തന്നെ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇതേപോലെ ഒരേ ടീം കോർഡിനേഷൻ വെച്ചിട്ട് ചെയ്യണം. അല്ലാണ്ട് ഞങ്ങൾ കുറച്ച് ചെയ്യുക പിന്നെ വേറൊരു ടീം കുറച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. 2 ടീമും പാടെ തമ്മിൽ ക്ലാഷ് ആവും. പിന്നെ അവർ ചെയ്താലേ ഇവർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. ഇതങ്ങനെയല്ല. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ട്. ഈ ഫെറോ സിമെൻറ്റിൻ്റെ ഫുള്ള് വർക്കും ചെയ്തിരിക്കണത് എൻ്റെ നാട്ടിലുള്ള പ്രവീണേട്ടനാണ്. അപ്പോൾ ആൾ അവിടുന്ന് വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ഈ വർക്കുകളൊക്കെ ചെയ്തത്. അപ്പോൾ ഇതേപോലെ നമ്മളെ സ്വന്തം ടീമാകുമ്പോഴല്ലോ. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ അവർ പറയില്ല പുട്ടിക്കാരോടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിൽ തോമസ് ഏട്ടൻ്റെ സപ്പോർട്ടും നല്ലപോലെ ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ ഇത്രയും ദൂരത്തായതുകൊണ്ട് തോമസ് ഏട്ടൻ തന്നെ നമുക്കിപ്പോൾ ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്കേഴ്സിന് നമ്മുടെ ടീമിൻ്റെ ആണെങ്കിലും പുട്ടി ടീമിൻ്റെ ആണെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തോമസ് ഏട്ടൻ തന്നെ അത് ഇറങ്ങി വന്ന് അത് ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ ഒരു സാധനം മേടിക്കണം എന്താണെന്നുണ്ടെങ്കിൽ തോമസ് ഏട്ടൻ അതിന് വേണ്ടി സമയം കണ്ടെത്തി ചെയ്യും. അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ വയനാടുള്ള ക്ലൈൻറ്റ് ലിഫോയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ക്ലൈൻറ്റിൻ്റെയും കൂടി ഒരു ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീട് എത്രയും പെട്ടെന്ന് ഫുൾ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിപ്പോൾ എന്താ അങ്ങനെ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഒരുപാട് ദൂരങ്ങളിൽ വർക്ക് എടുക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഞങ്ങൾ തന്നെ എത്തിയിട്ട്, അതായത് ഒരു നിസ്സാര കാര്യം ഞങ്ങൾ എത്തിയിട്ടാണ് അത് നടക്കുള്ളൂ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്താനുള്ള ഒരു ടൈം ഡിലേ ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ഡിലേ ആയിട്ട് വരും. ഇപ്പോൾ തന്നെ തൃശ്ശൂർ ഒരു സൈറ്റിലെ നമ്മളെ പ്ലാസ്റ്ററിങ്ങുകാർ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്ററിങ്ങുകാരെ അറേഞ്ച് ചെയ്യണം. സംഭവം സിമ്പിളാണ്. എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനായിട്ട് ഇത്രയും ദൂരം അവിടെ പോകുമ്പോൾ നമ്മൾ ഇവിടുത്തെ വർക്കുകളൊക്കെ പെൻഡിങ് ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഡിലേ ആയിട്ട് നിൽക്കുക. ഇപ്പോൾ അങ്ങനത്തെയൊക്കെ സാഹചര്യം വരുമ്പോഴാണ് ഇപ്പോൾ ഈ തോമസ് ഏട്ടനും ലിഫോനൊക്കെ പോലത്തെ ഉള്ള ആൾക്കാർ അവർ എന്താണെന്നുണ്ടെങ്കിലും പറയേണ്ട താമസമുള്ള തോമസ് ഏട്ടൻ എന്താ നീ പറയ് ഓക്കെ ഓക്കെയാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. കാരണം എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അങ്ങനെയാണ്. നിങ്ങൾ ഇന്നൊരു വീട് വെക്കാൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കില്ല. നിങ്ങളെ ആഗ്രഹം എങ്ങനെയാണോ അതേപോലെ ആക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ടെക്നിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. കൂടുതൽ വർക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കാറില്ല. കാരണം അവർ പൈസ ചിലവാക്കി ചെയ്യണ വീടല്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം അവരുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാറാണ് ശ്രമിക്കാറ്. പക്ഷെ ചില ആൾക്കാർക്ക് എല്ലാവർക്കും വീട് പണിയെ കുറിച്ചിട്ട് അറിവുണ്ടായിരിക്കില്ല. ചില ആൾക്കാർ അറിവില്ലാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കില്ല. കാരണം ഇതിനെന്തെങ്കിലും ഭാവിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെയും കൂടി പൂർണ്ണ തൃപ്തിയോടുള്ള വർക്കാണ് നമ്മൾ ചെയ്യുക. കാരണം നമ്മളെ രീതിയിൽ ചെയ്യണ സ്ട്രക്ചറാണ്. അതിന്
ഒരു എന്തെങ്കിലും ഒരു പാളിച്ച വരുന്നുണ്ടോയെന്ന് നോക്കിയിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യണ വീടിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളെ ഭാവിനെ ബാധിക്കുന്നുള്ളത് കാരണം കൊണ്ട് വേറൊരാളെ അഭിപ്രായം സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഞാൻ തീരെ എടുക്കാറില്ല. പക്ഷേ ക്ലയൻറ്റിൻ്റെ സ്ട്രക്ചർ എന്തല്ല, ക്ലയൻറ്റിന് ചെറിയ ചെറിയ ഇഷ്ടങ്ങളുണ്ടാവുക. അതായത് ചില മോഡിഫിക്കേഷൻസ് അതൊക്കെ ചിലപ്പോൾ അതായത് പ്ലാനിൽ നിന്നുള്ള മോഡിഫിക്കേഷൻസ് ചില എൻജിനീയേഴ്സോ അല്ലെങ്കിൽ ചില കോൺട്രാക്ടർമാരോ ഒക്കെ അതും പറഞ്ഞിട്ട്, കാരണം അവരെ ഈസി വേക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കാറുണ്ട്. നമ്മളത് നോക്കാറില്ല. കാരണം തീർച്ചയായിട്ടും ക്ലയൻറ്റിൻ്റെ പൈസയ്ക്ക് ചെയ്യുമ്പോൾ ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിലിപ്പോൾ ഈ വീട്ടിലാണെങ്കിലും തോമസ് ഏട്ടൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ തോമസ് ഏട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് വർക്ക് ഡിലേ ആയാലും കുഴപ്പമില്ല. അത് കാരണം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തോന്നണം മനോജ് ചെയ്തത് നന്നായി, അല്ലാണ്ട് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തിട്ട് കാര്യമില്ല. മാക്സിമം നമ്മൾ ക്ലയൻറ്റിനെ ഹാപ്പി ആക്കിയിട്ട് തന്നെയാണ് ഇതെല്ലാതെയും ചെയ്തു കൊടുക്കുക. അവർ പറയുന്ന മാക്സിമം മോഡിഫിക്കേഷൻസ് നമ്മൾ ചെയ്ത് നന്നാക്കി കൊടുക്കാറുണ്ട്.